ഹലോ ഗായ്സ്, അപ്പോൾ ഞാനിന്ന് വന്നത് ചെറിയൊരു റിയാക്ഷൻ വീഡിയോ ആയിട്ടാണ്. അപ്പം ഞാൻ ആദ്യം ഒരു വീഡിയോ കാണിക്കാം. എനിക്ക് ഇന്നലെ ഭയങ്കര സന്തോഷമായിരുന്നു അയാൾ ചത്തു എന്ന് അറിഞ്ഞപ്പോ തന്നെ. ഇങ്ങനെ ഒരു വക്കീല് ഈ ലോകത്ത് നമുക്ക് ഇവിടെ വേണ്ട. എന്നുവെച്ചാൽ അയാൾക്ക് പണത്തിന്റെ ആർത്തി മാറണില്ല. അയാളെ ശരിക്ക് കത്തിച്ച് കരിച്ച് അങ്ങോട്ട് ചാമ്പലാക്കി അങ്ങോട്ട് കളയണം. ഒരു പൊടി പോലും ഇവിടെ അവശേഷിക്കരുത്. ഏതൊക്കെ പെണ്ണുങ്ങളെ ഇനി കൊല്ലാനിറക്കാനാ? ഈ ആളൂരാനാണ് ഇവനെ രക്ഷിക്കപ്പെന്ന് നിൽക്കണ. ഓരോ ചോറ് ഞങ്ങൾക്ക് മേടിച്ച് തിന്നാന്ന് ഓർത്ത് ഞങ്ങൾ വെള്ളിയാഴ്ച മുസ്ലിം പള്ളി എന്നെ ഒരുപാട് തെറിയും ചീത്തയൊക്കെ പറഞ്ഞു. അയാൾ ഇവിടെ മരിച്ച ഈ ഭൂമിയിൽ നിന്ന് എന്നേക്കായിട്ട് പോയതിൽ. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മുടെ പ്രശസ്ത ക്രിമിനൽ ലോയർ BA ആളൂർ, ബിജു ആന്റണി ആളൂർ, പുള്ളി മരിച്ചുപോയി. പുള്ളി അതിപ്രഗത്ഭനായ ഒരു അഡ്വക്കേറ്റ് ആയിരുന്നു. നോർമലി എല്ലാവരും ആളൂർ എന്നാണ് അറിയപ്പെടുന്നത്. ശരിക്കും അദ്ദേഹത്തിൻ്റെ ശരിക്കുള്ള പേര് ബിജു ആന്റണി എന്നാണ്. ആളൂർ എന്നുള്ള ഒരു തൃശ്ശൂരിനടുത്തൊരു സ്ഥലത്തിൻ്റെ പേരാണ്. ആ സ്ഥലത്തിൻ്റെ പേരിലാണ് ഇപ്പം നമ്മുടെ ജഗതി ശ്രീകുമാർ സാറ്. ജഗതി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പേരല്ല, അത് ട്രിവാൻഡ്രത്തെ ഒരു സ്ഥലമാണ് ജഗതി എന്ന് പറയുന്നത്. അപ്പോൾ ആ പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടത്. ശരിക്കും അദ്ദേഹത്തിൻ്റെ പേര് ശ്രീകുമാർ എന്നാണ്. അതുപോലെ തന്നെ ഈ BA ആളൂർ സാറും ബിജു ആന്റണി എന്നുള്ള പേരിനേക്കാൾ ആളൂർ എന്ന തൃശ്ശൂരിനടുത്ത് ഒരു സ്ഥലം, ആ സ്ഥലപ്പേരിൽ അറിയപ്പെട്ടു. അപ്പം മഹാനായ ഒരു പ്രഗത്ഭനായ ഒരു അഡ്വക്കേറ്റ് ആയിരുന്നു BA ആളൂർ. പക്ഷേ പുള്ളിയുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരനൊരു കേസിൽ കുറ്റം ചെയ്ത ആളുകൾക്ക് വേണ്ടിയിട്ടായിരിക്കും അദ്ദേഹം നിൽക്കുന്നത്. ഒരു റേപ്പ് കേസാണെങ്കിൽ റേപ്പ് ചെയ്ത ആളിനെതിരെ ആയിരിക്കും, റേപ്പ് ചെയ്ത ആളിന് വേണ്ടിയായിരിക്കും അദ്ദേഹം വാദിക്കാൻ വരുന്നത്. മോഷണ കേസാണെങ്കിൽ മോഷ്ടിച്ച ആൾക്ക് വേണ്ടിയിട്ടായിരിക്കും പുള്ളി വാദിക്കാൻ വരുന്നത്. കൊലപാതകമാണെങ്കിൽ കൊലപാതകം ചെയ്ത ആൾക്ക് വേണ്ടിയായിരിക്കും. അങ്ങനെ ഈ ക്രൈം ചെയ്ത ആളുടെ കൂടെ നിന്ന് അവരെ രക്ഷിക്കുക എന്നുള്ള അങ്ങനെ ഒരു അഡ്വക്കേറ്റ് ആയിരുന്നു. പക്ഷേ അപ്പം നോർമലി ഒരു അഡ്വക്കേറ്റ് എന്ന് പറയുമ്പം അവർക്ക് എത്തിക്സ് ഉണ്ട്, പ്രൊഫഷണൽ എത്തിക്സ് ഉണ്ട്. അപ്പം ആ എത്തിക്സ് ഒരു അഭിഭാഷകൻ എന്ന് പറയുമ്പം ആ എത്തിക്സ് നോക്കിയിട്ടാണ് ആളുടെ പ്രൊഫഷൻ ചെയ്യുന്നത്. പക്ഷേ ഈ BA ആളൂർ എനിക്ക് തോന്നുന്നു പുള്ളി എത്തിക്സിനേക്കാൾ പുള്ളിക്കാരന് ഇങ്ങനത്തെ കേസുകൾ, ഓരോ ആൾക്കാർക്ക് ഓരോ ഇഷ്ടമല്ലേ. ഇപ്പം പുള്ളി കഷ്ടപ്പെട്ട് LLB പഠിച്ച് പാസ്സായി, അപ്പം ആ മനുഷ്യന് ഏത് കേസ് എടുക്കണം എന്നുള്ള ആ മനുഷ്യൻ്റെ ഇഷ്ടമാണ്. എനിക്ക് തോന്നുന്നു അങ്ങനത്തെ കേസുകൾ വാദിച്ച് ഒരു കരിയർ ഉണ്ടാക്കിയെടുത്തുകൊണ്ടായിരിക്കും അദ്ദേഹത്തിന് ഒരുപാട് ഹേറ്റേഴ്സ് ഉണ്ട്. അദ്ദേഹത്തെ ഒരുപാട് വെറുക്കുന്നവരും അദ്ദേഹത്തെ പബ്ലിക്കായിട്ട് ചീത്ത പറഞ്ഞവരും ഒരുപാടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പം അദ്ദേഹം മരിച്ചപ്പോൾ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടായിരിക്കും ഒരു അറിയപ്പെടുന്ന ഒരു വ്യക്തി മരിച്ചപ്പോൾ, അറിയപ്പെടുന്ന ഇപ്പം ക്രിമിനലാണേ ഓക്കെ. ഇപ്പം അദ്ദേഹം എന്തായാലും പുള്ളിക്കാരൻ ക്രൈം ഒന്നും ചെയ്തിട്ടില്ല, പുള്ളി റേപ്പ് ചെയ്തിട്ടില്ല, പുള്ളി മർഡർ ചെയ്തിട്ടില്ല, മോഷണം ചെയ്തിട്ടില്ല. പുള്ളി ഇതൊക്കെ ചെയ്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് കോടതിയിൽ ഹാജരായ ഒരു അഡ്വക്കേറ്റ് എന്നേ ഉള്ളൂ, അല്ലാതെ പുള്ളിക്കാരൻ ക്രൈം ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു അറിയപ്പെടുന്ന ഒരു വ്യക്തി മരിക്കുമ്പോൾ ഇത്രയധികം ആളുകൾ സന്തോഷിക്കുന്നത് എനിക്ക് തോന്നുന്നു അടുത്തൊരു 100 അല്ല, ഒരു 50 അല്ലെങ്കിൽ 100 വർഷത്തിനിടയ്ക്ക് ഇതാദ്യമായിരിക്കും. എനിക്ക് തോന്നുന്നു പണ്ടത്തെ നമ്മുടെ ഈ അഡോൾഫ് ഹിറ്റ്ലർ, ഇദി അമീൻ, അല്ലെങ്കിൽ ഒസാമ ബിൻ ലാഡൻ, ഇവരെ പോലുള്ള ആളുകളൊക്കെ മരിച്ചപ്പോൾ എനിക്ക് തോന്നുന്നു അന്ന് ജർമ്മനിയിൽ ഹിറ്റ്ലർ മരിച്ചപ്പോൾ അന്ന് ജർമ്മനിയിൽ ആളുകൾ ഒരുപാട് സന്തോഷിച്ചു. ഇദി അമീൻ മരിച്ചപ്പോൾ ഉഗാണ്ടയിലെ ആ ജനങ്ങൾ ഒരുപാട് സന്തോഷിച്ചു. എനിക്ക് തോന്നുന്നു അതിനൊക്കെ ശേഷം ഇപ്പോൾ ഒരു വ്യക്തി, ഒരു അഭിഭാഷകൻ മരിക്കുമ്പോൾ ഇത്രയധികം ജനങ്ങൾ സന്തോഷിക്കുന്ന ഒരു ഇതെന്ന് പറയുന്നത് ഇപ്പം BA ആളൂരിൻ്റെ കേസാണ്. പക്ഷേ ഒരു ഇതിൽ നോക്കുമ്പോൾ പുള്ളിക്കാരൻ തെറ്റ്, എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറഞ്ഞില്ലേ, പുള്ളിക്കാരൻ കുറ്റമൊന്നും ചെയ്തിട്ടില്ല. അദ്ദേഹം ഒരു പ്രശ്നമല്ല, അദ്ദേഹം കഷ്ടപ്പെട്ട് പഠിച്ച് വക്കീലായി. ആ മനുഷ്യൻ പ്രതികൾക്ക് വേണ്ടിയിട്ട് വാദിക്കാൻ വന്നേ ഉള്ളൂ. പക്ഷെ എന്നാൽ പോലും എത്തിക്കലി നോക്കുമ്പോൾ ആ മനുഷ്യൻ ചെയ്തത് ഒരു വളരെ വലിയ തെറ്റാണെന്ന് തന്നെ ഞാൻ പറയാം. കാരണം ഇപ്പം ഈ ക്രൈം ചെയ്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട്, വളരെ കുറ്റകൃത്യം ചെയ്ത, വളരെ ബ്രൂട്ടലായിട്ടുള്ള ക്രൈം ചെയ്തവർക്ക് വേണ്ടിയിട്ട് കോടതിയിൽ വാദിക്കാൻ വരിക എന്ന് പറയുമ്പം നമ്മൾ എത്തിക്കലി നോക്കുമ്പോൾ അത് ഇൻകറക്റ്റാണ്. പക്ഷേ പേഴ്സണൽ ഒപ്പീനിയനിൽ അത് കറക്റ്റാണ്. ഇപ്പോൾ ഒരു വ്യക്തി ഒരു അഭിഭാഷകനാകുമ്പം ആ ആളുടെ ഇഷ്ടമാണല്ലോ ഏത് കേസ് എടുക്കണം എന്നുള്ളത്. അപ്പോൾ ഒരു വ്യക്തി ഒരു ഡോക്ടറാവുന്നു, MBBS MD എടുത്തൊരു ഡോക്ടറാവുന്നു. അപ്പോൾ ആരെയൊക്കെ ചികിത്സിക്കണ്ട എന്നുള്ളത് ആ മനുഷ്യൻ്റെ ഇഷ്ടമാണ്. പക്ഷേ എന്നാൽ പോലും വ്യക്തി വൈരാഗ്യത്തിൻ്റെ പേരിൽ ഒരു ഡോക്ടർ, ഞാനാണെങ്കിൽ ആ പേഷ്യൻറ്റിനെ ഞാൻ ചികിത്സിക്കില്ല എന്ന് പറയുന്നത് വളരെ മോശം. ഒരു ഡോക്ടർ ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. പക്ഷേ നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണെങ്കിൽ പോലും അങ്ങനെ പറയാൻ പാടില്ല. എത്തിക്സ് എന്നൊരു സംഭവമുണ്ട്. അപ്പോൾ ഈ ആളൂർ അഡ്വക്കേറ്റ് നല്ല എഫിഷ്യൻ്റായ അഡ്വക്കേറ്റ് ആയിരുന്നു. പക്ഷേ ഇത്രയും വെറുപ്പ് അദ്ദേഹം സമ്പാദിക്കാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ
ആ മനുഷ്യൻ എടുത്ത കേസുകളാണ്. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു ഇപ്പോൾ എത്രയോ എനിക്ക് തോന്നുന്നു ആ മനുഷ്യൻ ഈ 53, ഞാൻ വിചാരിച്ച ഒരു 70 വയസ്സ് കാണുന്നു. പക്ഷേ ഞാൻ ആ ന്യൂസ് കണ്ടപ്പോഴാണ് അറിഞ്ഞത് ആ മനുഷ്യന് 53 വയസ്സേ ഉള്ളൂ പ്രായം. ഈ 53ാമത്തെ വയസ്സിൽ വൃക്ക സംബന്ധമായ അസുഖം വന്ന് മരിക്കാൻ കാരണം എനിക്ക് തോന്നുന്നു നമ്മൾ കർമ്മ ഈസ് എ ബൂമറാങ് എന്നൊക്കെ പറയുമല്ലോ, അത് തന്നെയാണ്. ആ മനുഷ്യൻ ചെയ്തിട്ടുള്ള കുറ്റകൃത്യങ്ങളല്ല, ആ മനുഷ്യൻ കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുള്ളവരെ രക്ഷിക്കാൻ വേണ്ടി വരുമ്പോൾ പലരുടെ മനസ്സിലാകും ഇയാൾ എന്തിനാണ് ഇങ്ങനെ. എനിക്ക് തോന്നുന്നു പബ്ലിക്കായിട്ട് പുള്ളിയെ വളരെ മോശമായിട്ട് ഇയാൾക്ക് ഈ പണി നിർത്തിയിട്ട് വല്ല തൊഴിലുറപ്പിനൊക്കെ പൊക്കൂടെ അങ്ങനെ പറഞ്ഞ ആളുകൾ വരെയുണ്ട്. നമ്മുടെ സ്വന്തം ഒരു അഡ്വക്കേറ്റിൻ്റെ സ്വന്തം ഇഷ്ട പ്രകാരമാണെങ്കിൽ പോലും നമ്മൾ എത്തിക്സിനെതിരായിട്ട് നമ്മൾ പ്രവർത്തിക്കുമ്പം, ഒരു മനുഷ്യത്വത്തിനെതിരായിട്ട് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ആളുകൾ തെറി പറയും, ഒരുപാട് പ്രശ്നങ്ങൾ വരും. എനിക്ക് അതൊക്കെ തന്നെയാണ് ആളൂരിൻ്റെ കേസിലും സംഭവിച്ചത്. അപ്പം എനിക്ക് തോന്നുന്നു പക്ഷെ ആ പുള്ളി ഉണ്ടാക്കിയെടുത്തൊരു ഇമേജ് ഉണ്ട്. അഡ്വക്കേറ്റ് ആളൂർ എന്ന് പറയുമ്പം തന്നെ ഒരു ഇൻഫേമസ് രീതിയിലാണ് അദ്ദേഹം അറിയപ്പെട്ടതെങ്കിലും, ഇപ്പോൾ കുപ്രസിദ്ധ രീതിയിൽ ഇച്ചിരി അറിയപ്പെട്ടെങ്കിൽ പോലും അദ്ദേഹം എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ മുഴുവൻ ഒരുപാട് ക്രിമിനൽസിന് വേണ്ടിയിട്ട് അദ്ദേഹം വാദിച്ചിട്ടുണ്ട്. കേരളത്തിൽ മാത്രമല്ല, മറ്റ് സ്റ്റേറ്റുകളിലും ഒരുപാട് കുറ്റവാളികൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹം വാദിച്ചിട്ടുണ്ട്. പ്രഗത്ഭനായ വക്കീലായിരുന്നു. പക്ഷേ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ കഴിവിനെ അദ്ദേഹം മിസ്യൂസ് ചെയ്യപ്പെട്ടു എന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല കേസുകൾ എടുത്തായിരുന്നെങ്കിൽ ഒരിക്കലും ആ മനുഷ്യന് ഇത്രയും വെറുപ്പ് സമ്പാദിക്കേണ്ടി വരില്ലായിരുന്നു. ഇപ്പം വരുന്ന ട്രോളുകളാണെങ്കിൽ തന്നെ എല്ലാവരും ആ മനുഷ്യന് ഒരു വ്യക്തി മരിക്കുമ്പോൾ ആദ്യമായിട്ടാണ് തോന്നുന്നു എനിക്കൊരു മനുഷ്യൻ്റെ മരണത്തിൽ ഇത്രയധികം ആളുകൾ സന്തോഷിക്കുന്നതും, അല്ലെങ്കിൽ അയാൾ ഇപ്പം എനിക്ക് തോന്നുന്നു അന്ന് ജർമ്മനിയിൽ ഹിറ്റ്ലർ മരിച്ച സമയത്ത് ഇതുപോലെ തന്നെ ആയിരിക്കും. അതിനൊക്കെ ശേഷം ഇപ്പോഴാണ് ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാകുന്നത്. കാരണം നോർമലി ഒരാൾ മരിക്കുമ്പം എല്ലാവരും ആദരാഞ്ജലികളാണ് അർപ്പിക്കുന്നത്, സങ്കടത്തിലാണ്. പക്ഷേ എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന ഒരു ഡെത്ത് എന്ന് പറയുന്നത് ഈ ആളൂരിൻ്റെ തന്നെ ആയിരിക്കും. പക്ഷേ ആ മനുഷ്യൻ്റെ ഹിറ്റ്ലറൊക്കെ നോക്കുമ്പോൾ ഒരുപാട് കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുള്ള ആളാണ്. പക്ഷേ ഈ ആളൂർ ഒരിക്കലും എൻ്റെ അഭിപ്രായത്തിൽ അയാൾ കുറ്റം ചെയ്തിട്ടില്ല, കുറ്റം ചെയ്തവർക്ക് വേണ്ടിയിട്ട് നിന്നേ ഉള്ളൂ. പക്ഷെ എത്തിക്സ് ആണ് പ്രശ്നം. എത്തിക്കലി നോക്കുമ്പോൾ അത് ഇൻകറക്റ്റാണ്. അതുകൊണ്ടാണ് ആ മനുഷ്യന് BA ആളൂർ, ബിജു ആൻ്റണി ആളൂർ എന്ന ആ മനുഷ്യന് ഇത്രയും ഹേറ്റേഴ്സ് വരാൻ ഉള്ള പ്രധാന കാരണം. എൻ്റെ അഭിപ്രായത്തിൽ ഒരിക്കലും ഞാനിതിനകത്ത് എൻ്റെ പറഞ്ഞങ്ങ് നിർത്താം. എൻ്റെ അഭിപ്രായത്തിൽ ഒരിക്കലും ഒരു വ്യക്തി മരണപ്പെടുമ്പോൾ ഒരിക്കലും ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്, എനിക്ക് ഇപ്പോൾ ട്രോളുകളൊക്കെ ഒരുപാട് കണ്ടു. ആളുകളൊക്കെ അത് ചിരിക്കുകയാണ്. ഒരു എത്ര നീചനാണെങ്കിൽ പോലും ഒരു മനുഷ്യൻ മരണപ്പെടുകയല്ലേ. ഇപ്പം സ്വന്തമായിട്ട് ഇപ്പോൾ കുറ്റകൃത്യം ചെയ്ത ഒരാളാണ്, ഇപ്പോൾ റേപ്പ് മർഡർ ഒരുപാട് ചെയ്ത ആളാണ്. ഇപ്പോൾ ഹിറ്റ്ലറൊക്കെ എന്ന് പറയുമ്പോൾ ഒരുപാട് കൊലപാതകം ചെയ്തതാണ് അയാൾ, ഇതി അമീൻ ഹിറ്റ്ലർ. പക്ഷേ ഈ മനുഷ്യൻ ഒരിക്കലും അയാൾ കുറ്റമൊന്നും ചെയ്തിട്ടില്ല. BA ആളൂർ എന്ന് പറയുന്ന വ്യക്തി, ബിജു ആൻ്റണി ആളൂർ എന്ന് പറയുന്ന വ്യക്തി, ആ മനുഷ്യൻ ഒരിക്കലും ഒരു കുറ്റകൃത്യവും ചെയ്തിട്ടില്ല. ആ മനുഷ്യൻ കുറ്റകൃത്യം ചെയ്ത ആളുകൾക്ക് വേണ്ടിയിട്ട് വാദിക്കാൻ നിന്നിട്ടേ ഉള്ളൂ. അപ്പം ഒരിക്കലും എന്തായാലും ഇപ്പം ഇങ്ങനെ എല്ലാവരും ആഘോഷിക്കുകയാണ്, ആ മനുഷ്യൻ്റെ മരണം ആഘോഷിക്കുകയാണ്. അപ്പോൾ അതിനെതിരെ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞതേ ഉള്ളൂ, അല്ലാതെ ഇതിനകത്ത് വേറൊന്നുമില്ല. ഇതിപ്പോൾ പറയണോ വേണ്ടതെന്ന് ഞാൻ ആലോചിച്ചു, വീഡിയോ എന്ന് വിചാരിച്ചു. ഒരിക്കലും ഒരു മനുഷ്യൻ മരിക്കുമ്പം അതിന് ജീവിച്ചിരിക്കുന്ന ആളാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല, വേണ്ട കുറ്റം പറയാം. പക്ഷേ മരണപ്പെട്ടു പോയ ഒരു വ്യക്തിയെ പറ്റി അയാൾ ചത്തുപോയല്ലോ, അല്ലെങ്കിൽ അയാൾ തൊലഞ്ഞു പോയല്ലോ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് വളരെ മോശമായിട്ടുള്ള പരാമർശം നടത്തുന്നതും അതിനെ ആഘോഷിക്കുകയൊക്കെ ചെയ്യുന്നതും എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് നല്ലതായിട്ട് തോന്നുന്നില്ല. ഓക്കെ, അപ്പം ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്.